ഫ്രമിൻ്റെ 4th സീസൺ അവസാനിക്കാൻ പോവുകയാണ് ഈ ഞായറാഴ്ച. അപ്പോൾ എന്താണ് നടക്കുന്നത് അവരായിട്ട് നമുക്കൊന്നും പറഞ്ഞു തരില്ല. അപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ? കുറേ ഫാൻ തിയറീസ് ഉണ്ട് ഇൻ്റർനെറ്റിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് എനിക്ക് കുറച്ച് അത് കൊള്ളാലോ, ഇത് സംഭവിച്ചാൽ നൈസായിരിക്കും എന്ന് തോന്നിയ കുറച്ച് ഫാൻ തിയറീസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൻ തിയറി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടെങ്കിലും അതൊക്കെ കമൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഞായറാഴ്ച ഇവരെന്താണ് ഈ ഫിനാലിയിൽ കാണിക്കാൻ പോകുന്നത്. ഇതുവരെ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോൺസ്റ്റേഴ്സ് ആയിട്ട് രാത്രി ഇറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുട്ടികളിനെ അവർ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ എല്ലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവർ ടാബിത്തയും ജെയ്ഡും കൂടെ ആ അണ്ടർഗ്രൗണ്ടിൽ പോയപ്പോൾ അവർക്ക് അവിടെ കാണാൻ പറ്റിയത്. ആ മാൻ ഇൻ യെല്ലോൻ്റെ ആ പെണ്ണ് വേർഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്ലേസ് ഉണ്ടായി തന്നെ ഒരു റിച്വലിൻ്റെ ബേസിസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സംതിങ് മാജിക്കൽ ഈസ് ഗോയിങ് ഓൺ ഹിയർ. അപ്പോൾ അന്ന് ആ ഒരു റിച്വലിന് പങ്കെടുക്കാത്തതോ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ച ആരെങ്കിലും ആയിരിക്കും ഈ ടാബിത്തയും ജെയ്ഡും പോലത്തെ ആൾക്കാരാണ് വീണ്ടും വീണ്ടും ജനിച്ചിട്ട് ഇവിടെ വന്നിട്ട് മരണപ്പെടുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ഒരു ട്രാപ്പിൽ പെട്ടു. മറ്റുള്ളവർക്കൊക്കെ മോൺസ്റ്ററായിട്ട് മാറി ഇവർ ഈ ഒരു ട്രാപ്പിൽ പെട്ടു, ലൂപ്പിൽ പെട്ടു. എപ്പോഴും വരിക മരിക്കുക പോവുക, വരിക മരിക്കുക പോവുക എന്നുള്ള ലെവലിലാണ് അവർ നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതെന്ന് മനസ്സിലായിട്ടുള്ളത്. ഇനി നമ്മുടെ ഫിനാലയിലേക്ക് എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിത് മുന്നേ കണ്ടിട്ടുണ്ട്. വിക്ടർ ആ ഒരു മരം മുറിക്കാൻ, ബോട്ടിൽ ട്രീ മുറിക്കാൻ പോകുമ്പോൾ ആ മറ്റേ ആങ്കുയി പയ്യന്മാരില്ലേ, മറ്റേ വെള്ള യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വരുമല്ലോ, അവന്മാർ വന്നിട്ട് മുറിക്കരുത് ഇത് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം ഈ മരം മുറിച്ചാൽ സംഭവിക്കും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ജെയ്ഡിൻ്റെ മഷ്റൂം ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണ്? മരത്തിനെ പുഴക്കെടുത്ത് കൊണ്ടുപോകാനാണ് അവരിപ്പോൾ നോക്കുന്നത്. ഈ മരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുക? ഈ സ്ഥലത്തേക്ക് എങ്ങനെ എത്തുക? ഒരു മരം വീണ് കിടക്കുന്ന ഒരു മരം റോഡിൻ്റെ അക്രോസ് വരുമ്പോഴാണല്ലോ, ഈ വണ്ടി നിർത്തിയിട്ടാണല്ലോ ഇവർ വേറെ വഴി കൂടെ പോകുമ്പോഴാണല്ലോ ഇവിടെ ട്രാപ്പ് ആവുന്നത്. അപ്പോൾ ഇതേതോ ഒരു ഡാർക്ക് കണ്ട് കിളി പോയ ഏതോ ഒരുത്തൻ ഉണ്ടാക്കിയ ഫാൻ തിയറി ആണെന്നാണ് തോന്നുന്നത്. മറ്റേ ബിഗിനിങ് ഇസ് ദ എൻഡ്, എൻഡ് ഇസ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അതായത് ഈ മരം പുഴക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരം വീണ്ടും ഇതൊരു ലൂപ്പിലേക്ക് കണ്ടിന്യൂ ആവും. ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ മരിക്കും, അവരൊക്കെ ഗോൺ എന്നാണ് ഒരു ഫാൻ തിയറി പറയുന്നത്. ഇങ്ങനെ ആണെങ്കിൽ നൈസായിരിക്കും. മിക്കവാറും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി അടുത്തൊരു ക്ലിഫ് ഹാങ്ങറൊക്കെ ഇട്ടിട്ട് ഇനി അടുത്ത സീസണിൽ കാണാതെ പോയിട്ട് ടാറ്റ തോട്ട് പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്.